അജപാലകൻ ഇന്ന് ജൂൺ മാസം 5-ാം തീയതി വെള്ളിയാഴ്ച വിശുദ്ധ കുർബാനയിലെ വായന മർക്കോസിന് സുവിശേഷം 10-ാമത്തെ അധ്യായത്തിൽ 23 മുതൽ. യേശു വീണ്ടും അവരോട് പറഞ്ഞു, മക്കളെ, ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര പ്രയാസം. ധനവാൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതാണ്. അവർ അത്യന്തം വിസ്മയഭരിതമായി ചോദിച്ചു, അങ്ങനെയെങ്കിൽ രക്ഷപ്പെടാൻ ആർക്ക് കഴിയും? യേശു അവരുടെ നേരെ നോക്കി പറഞ്ഞു, മനുഷ്യന് ഇത് അസാധ്യമാണ്, ദൈവത്തിന് അങ്ങനെയല്ല, അവിടത്തേക്ക് എല്ലാം സാധിക്കും. പത്രോസ് പറഞ്ഞു, ഇതാ ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു. യേശു പ്രതിവചിച്ചു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നെ പ്രതിയും സുവിശേഷ പ്രതിയും ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരിമാരെയോ മാതാവിനെയും പിതാവിനെയും മക്കളെയോ വയലുകളെയോ ത്യജിക്കുന്നവരിൽ ആർക്കും ഇവിടെ വെച്ച് തന്നെ 100 ഇരട്ടി ലഭിക്കാതിരിക്കില്ല. ഭവനങ്ങളും സഹോദരന്മാരും സഹോദരിമാരും മാതാക്കളും മക്കളും വയലുകളും അവയോടൊപ്പം പീഡനങ്ങളും വനാലിരിക്കുന്ന കാലത്ത് നിത്യജീവനും. എന്നാൽ മുൻപന്മാരാവുന്നവർ പലരും പിൻപന്മാരും പിമ്പന്മാരിൽ പലരും മുൻപന്മാരുമായിരുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സ്നേഹം നിറഞ്ഞവരെയും, ഇന്നത്തെ സുവിശേഷ സന്ദേശം മിശിഹായെ അനുഗമിക്കുന്നവർക്കുള്ള പ്രതിഫലമാണ്. വായനയുടെ വിശദീകരണത്തിനായി സൗകര്യാർത്ഥം യേശുവിനെ അനുഗമിക്കുന്നവർ രണ്ടായിട്ടിരിക്കുകയാണ്. യേശുവിനെ അനുഗമിക്കുന്നവരെന്നും സമർപ്പിതരെന്നും. യേശു അനുഗമിക്കുന്നവർക്കുള്ള പ്രതിഫലം നിത്യജീവനാണ്. ദൈവരാജ്യത്തെ പ്രതി ചെയ്യുന്ന പ്രവൃത്തികൾക്ക് 100 ഇരട്ടി പ്രതിഫലമുണ്ട്. അൽമായനായാലും സമർപ്പിതനായാലും വലിയ പ്രതിഫലമുണ്ട്. യേശുവിനും ക്രിസ്തുവിനോടുള്ള ഒരു വിശ്വസ്തതയാണ് പ്രതിഫലത്തിൻ്റെ മാനദണ്ഡം. അൽമായൻ തൻ്റെ വിശുദ്ധമായ ജീവിതം വഴി ഉപ്പിൻ്റെ രുചി പോലെയും വിളക്കിൻ്റെ വെളിച്ചം പോലെയും സമൂഹത്തിലേക്ക് അരിച്ചിറങ്ങി യേശുവിന് സാക്ഷ്യം നൽകുന്നു. സമർപ്പിതൻ വിശ്വസിക്കുന്നവരെ ഒന്നിപ്പിച്ച് വിശ്വാസത്തിൽ ആഴപ്പെടുത്തുകയും അനേകരെ വിശ്വാസത്തിലേക്ക് നയിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യണം. സുവിശേഷമായി ആഴമായി പഠിക്കുവാനും പാണ്ഡിത്യം നേടാനും അൽമായൻ്റെ സൗകര്യങ്ങളും കുറവുള്ളതിനാൽ സമർപ്പിതൻ ആഴമായ പഠനത്തിലൂടെ സുവിശേഷം അൽമായൻ വിശദീകരിച്ചു കൊടുക്കുന്നു. സമർപ്പിതർ വൈദികരായവർ യേശുവിൻ്റെയും സഭയുടെയും പ്രതിനിധിയിൽ നിന്നും അൽമായൻ്റെ കുടുംബങ്ങളിൽ ആത്മീയ ശുശ്രൂഷകൾ നടക്കുന്നു. ദൈവജനത്തെ പഠിപ്പിക്കുക, വിശുദ്ധീകരിക്കുക, നയിക്കുക എന്നീ 3 കാര്യങ്ങളാണ് വൈദികൻ്റെ പ്രധാനപ്പെട്ട കടമ. പഠിപ്പിക്കുന്ന തിരുവചനങ്ങളും നയിക്കുന്നത് ഇടയനെപ്പോലെയും വിശുദ്ധീകരിക്കുന്ന കൂതാശകളിലൂടെയുമാണ്. ബലിയർപ്പണമാണ് വൈദികൻ്റെ അതിപ്രധാനമായ ഒരു കടമ. പാപമോചനമാണ് മറ്റൊരു കടമ. ദൈവവചന വിശുദ്ധീകരണമാണ് മറ്റൊരു കടമ. വിവാഹ ആശീർവാദം, മാമോദിസ, മതസംസ്കാരം തുടങ്ങി മറ്റനേകം ശുശ്രൂഷകൾ അനുബന്ധമായി നിൽക്കുന്നുണ്ട്. വൈദികരല്ല എങ്കിലും വ്രതങ്ങളിലൂടെ സന്യസ്തരായി ജീവിക്കുക ചെയ്യുന്നുണ്ട്. ബ്രഹ്മചര്യം, പ്രവർത്തന സ്വാതന്ത്ര്യവും ദാരിദ്ര്യം, ലോകത്തോടുള്ള വിരക്തിയും അനുസരണം, അച്ചടക്കവും സമർപ്പിതർക്ക് നൽകുന്നു. അൽമായനായാലും സമർപ്പിതനായാലും ദൈവരാജ്യത്തിലെ പൗരന്മാരാവുക എന്നാണ് അതിപ്രധാനം. ദൈവരാജ്യത്തെ പ്രതി കുടിക്കാൻ കൊടുക്കുന്ന ഒരു പാത്രം വെള്ളത്തിന് പോലും പ്രതിഫലം കർത്താവ് ഉറപ്പ് തന്നിട്ടുണ്ട്. അമർത്തി കുലുക്കി നിറച്ചളന്ന് മടിയിട്ട് തരുമെന്നാണ് ഈശോ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ മറക്കരുത്.